നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തായാലും ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർഷത്തിൽ പൊതുവെ എങ്ങനെയുണ്ടെന്നും ഈ മാസത്തിൽ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം. രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കർമാധിപതിയും ലഗ്നാധിപതിയുമായിരിക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് 4-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടാകും, തൊഴിലുണ്ടാകും. കാരണം കർമ്മസ്ഥാനത്ത് ചൊവ്വയും ബുധനും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം നേതൃത്വപരമായിരിക്കുന്ന തൊഴിലിന് ജാതകത്തിൽ യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ 15-ാം തീയതി ചൊവ്വ സൂര്യനോട് യോഗം ചെയ്ത് സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മാറും. അപ്പോൾ അവിടെ രംഗായോഗം വരും. ശുക്രൻ സർവാഭിഷ്ട സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ ശുക്രനോട് ചേർന്ന് സൂര്യൻ അവിടെ രംഗായോഗം ചെയ്ത് നിൽക്കുകയും അവിടെ തന്നെ ഉച്ചബലവാനായിട്ട് ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുകയും ചെയ്യും. 17-ാം തീയതി ബുധനും സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വരും. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട്. എന്നാൽ ജന്മശനിയാണ്. ജന്മരാമ വനേദുഃഖം എന്ന് പറയുന്ന യോഗമാണ്. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കണം. കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണം കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന 4-ാം ഭാവത്തിൽ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അപ്പോൾ കുറച്ച് കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ശത്രു സ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് കർമാധിപതിയോട് ചേർന്നിട്ടും 4-ാം ഭാവാധിപതിയോട് ചേർന്നിട്ടും ബുധൻ നിൽക്കുന്നുണ്ട്. സൂര്യനും ബുധനും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് നിന്നാൽ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം ഉണ്ടാകുന്നു. അപ്പോൾ 4-ാം ഭാവാധിപതി കൂടി അവിടെ ഉണ്ടാകുമ്പം വീടിന് കുടുംബത്തിന് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങൾ കുറച്ച് രൂക്ഷമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ഒരു വ്യാധികൾ, ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ വരിക, കാൽപാദത്തിന് വേദന ഉണ്ടാകുക, 10 രൂപ കിട്ടി 20 രൂപ ചിലവ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് ശത്രുദോഷ പരിഹാരം ചെയ്യണം. ശത്രുദോഷ പരിഹാരം എന്ന് പറയുമ്പോൾ ഗണപതി ഹോമം ചെയ്യണം. അവിടെ ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും നെയ്വിളക്കം കഴിപ്പിക്കണം. അതിനോടൊപ്പം തന്നെ അവിടെ സൂര്യനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സൂര്യന് അഘോര പുഷ്പാഞ്ജലി, ബാധകാധിപതിയായി നിൽക്കുന്ന ബുധനാണ്. അപ്പോൾ ഗണപതി ഹോമം, ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസപ്താർച്ചനയും ചെയ്യണം. ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. നന്നായിട്ട് പ്രാർത്ഥിക്കുക. രാഹുപൂജയും കേതുപൂജയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.